ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഇന്നൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നത്. അപ്പം നമ്മൾ ഒരു സംഭവം നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് നമുക്ക് 1.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുഞ്ചിന് വേണ്ടി കട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അതിൻ്റെ സൈഡ് ഭാഗം ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ 2 ബ്രെഡ് ഒരുമിച്ചെടുത്തിട്ട് നമ്മൾ കോഴിമുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ക്രോംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ മുക്കി പൊരിക്കേണ്ട എണ്ണയൊന്നും വേണ്ട. നമുക്കിങ്ങനെ തള്ളിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അധികം സിമ്മ് കുറച്ച് വെക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഫ്ലെയിം വേണം. കാരണം ബ്രെഡ് നല്ലോണം ഓയിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് എടുത്തത് മുട്ട ക്രഷ് ചെയ്തതാണ് കേട്ടോ. ശരിക്കും ചിക്കൻ പൊരിച്ചത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റാണ്. എൻ്റെ ചിക്കൻ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ കോഴിമുട്ട 3 കോഴിമുട്ട ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് വേണ്ടത്. വെജിറ്റബിൾസിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കേബേജ്, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള എഗ്ഗില്ലേ അതും കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ മയോണൈസ് ആട്ടോ, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്, അതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇതാ നല്ല പോക്കറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റിലേക്ക് നമ്മളൊന്ന് മയോണൈസ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഫില്ലിങ്സ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിൾ, പെട്ടെന്ന് കഴിയുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻസ് ഒന്ന് പറയുക. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.